ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഈ ഒരു വീഡിയോയുടെ തമ്പിൽ കണ്ടതുപോലെ IAS-നേക്കാൾ കൂടുതൽ സാലറി ആണോ KS-ന്? തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ബേസിക് പേ നോക്കുന്ന സമയത്ത് IAS-നേക്കാൾ കൂടുതൽ സാലറി ആർക്കുണ്ട്? KS-കാർക്കുണ്ട്. പക്ഷേ ഇതൊരു KS-നെയും IAS-നെയും കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. തീർച്ചയായിട്ടും KS-നെ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്തിന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്? സിവിൽ സർവീസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരിക്കലും അത് കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ KS എക്സാമുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാം എഴുതുന്ന സമയത്ത്, ഇപ്പോൾ 2ാം KS വിജ്ഞാപനം മാർച്ച് 7-നാണ് കേരള PSC പ്രസിദ്ധീകരിച്ചത്. സോ ഒരു എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലക്ഷ്യം വേണം. നമ്മുടെ ഈ ഒരു ജോലി നമുക്ക് നേടാൻ അതിൻ്റെ ആദ്യ കടമ്പ എക്സാം തന്നെയാണ്. സോ എക്സാംസിൻ്റെ പാറ്റേൺസ്, പലർക്കും എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്ന് ഇപ്പോഴും കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ, ബേസിക് സാലറി എങ്ങനെയാണ്, കഴിഞ്ഞ ലിസ്റ്റിലെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുമ്പോൾ ഏത് റാങ്കിൽ ഞാൻ എത്തണം, എത്രത്തോളം എഫേർട്ട് ഞാൻ ഇടണം, എത്രത്തോളം റിസൾട്ടിലേക്ക് ഞാൻ എത്തണം, ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് ലഭിക്കും. സോ അതെല്ലാം പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. KS എക്സാമിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പാക്കേജ് വീഡിയോ ആണ്. തീർച്ചയായിട്ടും എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ KS എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൻ്റെ IAS എന്ന് വിശേഷണമുള്ള ഒരു എക്സാം ആണ്. അതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ KS നിയമനം ലഭിക്കുകയാണ്, KS ആയിട്ട് നിയമനം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഗസറ്റഡ് റാങ്കിലേക്കാണ് നിയമനം ലഭിക്കുക. അതായത് അത്രയും ഉന്നത പദവിയിലേക്കാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത്. ഏതെങ്കിലും വകുപ്പിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടറൊക്കെ ആയിട്ട് നിയമനം ലഭിക്കുക. പ്രധാനപ്പെട്ട ഫിനാൻസ്, റവന്യൂ, ലേബർ, അതുപോലെ എഡ്യൂക്കേഷൻ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റ്സിൻ്റെ അല്ലെങ്കിൽ വകുപ്പുകളുടെ പ്രധാന പദവികൾ വഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ KS എക്സാമുമായി ബന്ധപ്പെട്ട് A to Z കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം എന്നതാണ് KS-ന്റെ യോഗ്യത. 3 സ്ട്രീമുകളിലായിട്ടാണ് ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. സ്ട്രീം 1 നേരിട്ടുള്ള നിയമനം, സ്ട്രീം 2 പ്രൊബേഷൻ കാലാവധി അവസാനിച്ച നോൺ ഗസറ്റഡ് ഓഫീസർമാരിൽ നിന്നുള്ള നിയമനം, സ്ട്രീം 3 ഗസറ്റഡ് ഓഫീസർമാരിൽ നിന്ന്. സ്ട്രീം 1-കാരുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 തൊട്ടിട്ട് 36 വരെയാണ്. സ്ട്രീം 2 ആണെങ്കിൽ 21 to 40 വരെ. സ്ട്രീം 3 ആണെങ്കിൽ 50 വയസ്സ് കവിയാൻ പാടില്ല എന്നതാണ് ഏജ് ലിമിറ്റ്. അതുപോലെ തന്നെ സംവരണ വിഭാഗത്തിന് മാക്സിമം ഏജ് ലിമിറ്റ് ഉണ്ടാവുമല്ലോ, മാക്സിമം പ്രായപരിധി, അതിൽ വ്യത്യാസങ്ങളുണ്ട്. അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. സാലറി, KS-കാരുടെ അടിസ്ഥാന ശമ്പളം, ബേസിക് സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 77,200 രൂപയാണ്. നമുക്കറിയാം UPSC എക്സാം പോലെ തന്നെയാണ് ഈ KS എക്സാം എന്ന് പറയുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. പ്രിലിംസ് എന്ന് പറയുന്നത് ജൂൺ 14-നാണ് എക്സാം നടക്കുന്നത്. 2 പേപ്പറാണ്, 100 മാർക്കിന് 2 പേപ്പർ, അങ്ങനെ 200 മാർക്കിലാണ് എക്സാം എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ ആ ഒരു KS എക്സാമിൽ സ്ട്രീം 1-കാരുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 77-ഉം സ്ട്രീം 2 ആണെങ്കിൽ 60 മാർക്കുമായിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഇനി വരുന്നത് മെയിൻസിലേക്കാണ്. സോ മെയിൻസ് എക്സാം എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. 3 പേപ്പറാണ്, 300 മാർക്കാണ് ടോട്ടൽ ഉള്ളത്. അങ്ങനെ ഒക്ടോബർ 17, 18 ദിവസങ്ങളിലാണ് ഈ ഒരു മെയിൻസ് എക്സാം നടക്കുന്നത്. അങ്ങനെ മെയിൻസ് എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇന്റർവ്യൂയിലേക്ക് എത്താണ്. ഇന്റർവ്യൂയുടെ ടൈം പറഞ്ഞിട്ടുള്ളത് 2026 ജനുവരിയിലാണ്. ഇന്റർവ്യൂയുടെ മാർക്ക് എന്ന് പറയുന്നത് 50 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 300 + 50, 350 മാർക്കിലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതായത് പ്രിലിംസിന്റെ 200 മാർക്ക് ഉണ്ടല്ലോ, 2 പേപ്പറുകളിലായിട്ട് 200 മാർക്ക്. സോ അത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ആ ഒരു മാർക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യില്ല. മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും 300 + 50 മാർക്ക്, 350 മാർക്കിലാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഏകദേശം 2026 ഫെബ്രുവരി 16 ആയിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. കേസ് 2019 4,14,000 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. അതിൽ 3,29,826 പേരാണ് എക്സാം എഴുതിയത്. കേസ് 2019 മെയിൻ ലിസ്റ്റിൽ 562 പേരാണ് ഉണ്ടായത്. സ്ട്രീം 1-ൽ 190 പേര്, സ്ട്രീം 2-ൽ 185 പേര്, സ്ട്രീം 3-ൽ 187 പേര്. അതിൽ ഇതുവരെ 108 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. 2025 2ാം KS വിജ്ഞാനം വരുന്ന സമയത്ത് നിലവിലെ വാക്കൻസികളുടെ എണ്ണം എന്ന് പറയുന്നത്
സ്ട്രീം 1 11, സ്ട്രീം 2 സ്ട്രീം 3 10 വാക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം 2026 ഫെബ്രുവരി 16 അടുത്ത ലിസ്റ്റ് വരിക. അപ്പോഴേക്കും കൂടുതൽ വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ കേസ് എക്സാമുമായി ബന്ധപ്പെട്ട് മാക്സിമം പോയിന്റ്സ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നിങ്ങൾ ഒരു കേസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. പ്രത്യേകിച്ച് ഉന്നത പദവിയിലേക്ക് എത്താനുള്ള ഒരു എളുപ്പവഴി എന്നല്ല, ആ എളുപ്പവഴിയിലൂടെ ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. എളുപ്പവഴി എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും, ഒരു അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എളുപ്പവഴി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആ ഒരു എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗസറ്റഡ് റാങ്ക് എന്ന് പറയുന്ന പല ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഉന്നത പദവികൾ നിങ്ങൾക്ക് വഹിക്കാൻ സാധിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സിവിൽ സർവീസ് കേരള കേഡറിന്റെ ഭാഗമാകാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോടെ ഒരു കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു സിലബസ് ഡിഗ്രി ലെവൽ എക്സാം പോലെ പഠിച്ചാൽ പോലെ, അതുപോലെ ഇപ്പോൾ ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടെസ്റ്റിൻ്റെ ഒക്കെ വരുന്നുണ്ട്, അതിനേക്കാൾ ഒന്നും കൂടി ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ചാൽ, അതിനേക്കാൾ ഒരു ലെവൽ അല്ലെങ്കിൽ 2 ലെവൽ ആ രീതിയൊക്കെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കേസ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പ്രിലിംസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന. പ്രിലിംസ് മാത്രമല്ല, നമ്മൾ പഠിക്കുമ്പോൾ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. മെയിൻസ് ക്വാളിഫൈ ചെയ്യും, അതിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം. സോ ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ KS എക്സാം എന്ന് പറയുന്നത് വളരെ നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഓക്കെ, ഈ ഒരു അവസരം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും അടുത്ത KS എക്സാം വിളിക്കുമ്പോഴേക്കും ഇനിയും ടൈം ആവും. അതുപോലെ തന്നെ വേക്കൻസികളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരമാണ് നിങ്ങളുടെ ഏറ്റവും നല്ല അവസരം എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.